എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഗീതയും ഭാരതവും ഭഗവത്ഗീതയും മഹാഭാഗവതവും ഒക്കെ വളരെ ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ലോകം മുഴുവൻ തന്നെ ഇതിൻ്റെയൊക്കെ മാഹാത്മ്യം തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൗതികതയുടെ ഒരു ഉന്നതാവസ്ഥയിൽ നിൽക്കുകയാണ് ലോകം. അങ്ങനെ നിൽക്കുമ്പോഴും ലോകത്തിന് ആത്മീയമായ പാതയിൽ ചരിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ കുറച്ചെങ്കിലും മനസ്സിന് ഒരു സുഖമുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു ഗ്രന്ഥങ്ങൾ, അതായത് ഗീത, ഭാഗവതം ഒക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു സംസ്കാരവും ഒക്കെ ദർശനവും ഒക്കെ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വിദേശികൾ വരെ ഭാഗവതവും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ അഭിമാനിക്കുകയല്ല, നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു സത്ത ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയുടെ ജ്ഞാനകർമ്മ സന്യാസ യോഗം 4ാമത്തെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ ഭഗവാൻ ജ്ഞാനത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട്, ജ്ഞാനം, അറിവ് എങ്ങനെയാണ് അറിവ് ഒരു മനുഷ്യനെ ഒരു വ്യത്യസ്തനാക്കുന്നത് എന്നും, അറിവ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള അറിവുണ്ട്. ഭൗതികമായ പല വിഷയങ്ങൾ പഠിക്കുന്നത്, ഇപ്പോൾ സയൻസ്, കണക്ക്, ഭാഷകൾ, ഇതെല്ലാം പഠിക്കുന്നത് എല്ലാം ഒരു അറിവാണ്. എന്നാൽ ആ അറിവിനേക്കാളും വലിയൊരു അറിവ്, അതിനാണ് പരാവിദ്യ എന്ന് പറയും. ആ പരാവിദ്യ ആണ് ശരിക്കും ഇവിടെ അർജുനന് ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3ാമത്തെ ഈ ചാപ്റ്റർ 4 ശ്ലോകം 3 ഭഗവത്ഗീത, അതിൽ ഭഗവാൻ പറഞ്ഞു, ഒരാൾക്ക് എത്ര തന്നെ അറിവുണ്ടായാലും മറ്റൊരാളുടെ ഉപദേശം കൂടാതെ തന്നിൽ തന്നെയുള്ള ആത്മാവിനെ ബോധിക്കാൻ കഴിയില്ല. ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആത്മചൈതന്യം, അതിനെക്കുറിച്ചുള്ള അറിവാണ് പരാവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരാവിദ്യ അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, ഇത് ലഭിക്കാൻ നല്ല ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഗുരുവിനോട് ആ ഒരു ശിഷ്യനുള്ള ആ ഒരു എന്താ പറയുക, ഒരു സിൻസിയറിറ്റി, അതാണ് ശരിക്കും ആ ശിഷ്യന് നല്ല ഒരവസ്ഥയിൽ ആ അറിവ് സ്വീകരിക്കാനുള്ള ഒരവസ്ഥയും കൂടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഗുരുവിനുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ശരണാഗതിയും കൂടെ ആവശ്യമാണ്. കാരണം ഗുരു തന്നെയാണ് ദൈവം എന്നുള്ള ഒരു അർത്ഥമാണ്. അതല്ല നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പരാം. എല്ലാ ഗുരു പരമ്പരകളെയും ബഹുമാനിക്കുന്ന ഒരു രീതിയാണ് ഭാരതത്തിനുള്ളത്. അപ്പോൾ ഗുരു പരമ്പരയെ നമ്മുടെ ഒരു ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ സ്മരിച്ചുകൊണ്ട് എന്ത് ജോലി ചെയ്യുമ്പോഴും അതിന് കുറച്ച് ശ്രേഷ്ഠത കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് 4ാമത്തെ ശ്ലോകം വായിക്കാം. ധ്യാനം. എം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്നന്തി ദിവ്യൈസ്തവൈ വേദേ സാംഗപദക്രമോപനിഷദൈ ഗായന്തിയം സമഗ ധ്യാനാവത്സിതഗദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസ്സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലത്തെ ഇതുവരെ 3 ശ്ലോകങ്ങൾ ചൊല്ലി അത് ഒന്ന് ആദ്യം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണായ നമഃ. അഥ ശ്രീമദ്ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസയോഗഃ. ശ്രീഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാന്മനവേ പ്രാഹ മനുരിക്ഷ്വാഗവേ ബ്രവീത്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹദാ യോഗോ നഷ്ടപരന്തപ സൈവായം മയാ തേദ്യ യുഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം.
അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. 4ാമത്തെ ശ്ലോകം ആണ് ഇപ്പോൾ ഞാൻ അവസാനം ചൊല്ലിയത്. ഇത് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നും കൂടെ ചൊല്ലാം. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഭഗവാൻ പറഞ്ഞതായിരുന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഈ പരമമായ ജ്ഞാനം, ആ ജ്ഞാനത്തെ ഞാൻ സൂര്യനും പിന്നെ സൂര്യൻ മനുവിനും പിന്നെ മനു ഇക്ഷ്വാകുവിനും അങ്ങനെ പരമ്പരയായിട്ട് അത് ഞാൻ ഉപദേശിച്ചത് ഇങ്ങനെ എല്ലാവരിലേക്കും എത്തിപ്പോകുന്നുണ്ട്. എന്നാൽ അതെവിടേക്കോ അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അത് ശരിയായിട്ട് എല്ലാവരിലും എത്തുന്നില്ല എന്നുള്ള ഒരു സത്യം ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അതിന് അർജുനൻ വീണ്ടും ചോദിക്കുന്നു. ആ ചോദിക്കുന്ന ഇതാണ്: അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. അതിൻ്റെ അർത്ഥം, അങ്ങയുടെ ജന്മം ഇപ്പോഴല്ലേ, സൂര്യൻ്റെ ജന്മമാവട്ടെ അതിപുരാതനവും, അങ്ങ് ആദ്യം ഇത് സൂര്യന് ഉപദേശിച്ചു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കൃഷ്ണ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. കാരണം അർജുനൻ്റെ കണ്ണിൽ കൃഷ്ണൻ ഇപ്പോൾ ദേവകിയുടെ പുത്രനായിട്ട് അവതരിച്ച അല്ലെങ്കിൽ ദേവകിയുടെ പുത്രനായിട്ട് ജനിച്ച ഒരു സഖാവാണ്, അല്ലെങ്കിൽ ഒരു തോഴനായിട്ടാണ് ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ നിൽക്കുന്നത്. എന്നാൽ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പൂർണ്ണ അവതാരമാണെന്നും ഭഗവാൻ ഈ വിശ്വം മുഴുവൻ ഭഗവാന്റെ ആണെന്നും അല്ലെങ്കിൽ വിശ്വം മുഴുവൻ സൃഷ്ടിച്ച് അതിനെ രക്ഷിച്ച് നിലനിർത്തി സംഭരിക്കുന്ന ആ ഒരു വലിയ ശക്തിയാണെന്നുമുള്ള ഒരു അറിവ്, ആ ഒരു അറിവില്ലാതെയാണ് ഇവിടെ പിന്നെ അർജുനൻ സംസാരിക്കുന്നത്. അപ്പോൾ അർജുനൻ പറയുന്നത്, അങ്ങയുടെ ജന്മം ഇപ്പോഴല്ലേ, അങ്ങിപ്പോൾ എൻ്റെ കൂടെയൊക്കെയല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് സൂര്യൻ അതിപുരാതനമായിട്ടുള്ള സൂര്യൻ്റെ ജന്മത്തെക്കുറിച്ചും സൂര്യന് ഞാൻ ഈ ഒരു ജ്ഞാനം നേരത്തെ ഉപദേശിച്ചു എന്നും ഒക്കെ ഞാൻ എങ്ങനെയാണ് കൃഷ്ണ മനസ്സിലാക്കേണ്ടത് എന്നുള്ള വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ എന്നാലൊരു സംശയത്തോടു കൂടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. കാരണം ഇതൊക്കെ നമുക്കുമുള്ള ഒരു സംശയമാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളാണ്. എത്ര പഠിച്ചാലും മാറാത്ത സംശയമാണ് ഈ എന്താ പറയുക പരമമായ ചൈതന്യത്തെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും പ്രകൃതി ശക്തികൾ, അതിൻ്റെ അനന്തശക്തി, ഇതിനൊക്കെക്കുറിച്ച് നമുക്ക് എത്ര പഠിച്ചാലും അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് അത്ര പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് നല്ല ഗുരുക്കന്മാരുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ല ഗുരുവിൻ്റെ ഉപദേശങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ തീർത്ത് ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം പറയാം. അപരം ഭവത ജന്മ, അപരം എന്ന് പറയുമ്പോൾ ഇപ്പോഴല്ലേ എന്നുള്ള അർത്ഥമാണ്. അപരം ഇപ്പോൾ, പരം അതിപുരാതനം. അപ്പോൾ ഭവത ജന്മ അങ്ങയുടെ ജന്മം എന്ന് അർജുനൻ ചോദിക്കുന്നു. വിവസ്വത ജന്മം പരം, അതായത് വിവസ്വത സൂര്യൻ്റെ ജന്മം തന്നെ പരം അതിപുരാതനമാണ്. ത്വം ആദോ ഏതത്, ത്വം അങ്ങ് അല്ലെങ്കിൽ നിങ്ങൾ, ആദോ എന്ന് പറയുമ്പോൾ ആദ്യം, ഏതത് ഇത്, ഈ ഒരു ജ്ഞാനം പ്രോക്തവാൻ ഉപദേശിക്കപ്പെട്ടു. ആർക്ക്? ഇങ്ങനെ ഉപദേശിക്കപ്പെട്ടു. പ്രോക്തവാൻ, അപ്പോൾ ആരാണ് ഉപദേശിച്ചത്? ഭഗവാനാണ് ഉപദേശിച്ചത്. ആർക്കാണ്? സൂര്യനാണ് ഉപദേശിച്ചത്. അപ്പോൾ കഥം വിജാനീയാം, എങ്ങനെയാണിത്? കഥം എങ്ങനെ, വിജാനീയാം മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ പിന്നെ കൃഷ്ണ, നീ ഇപ്പോൾ എൻ്റെ കൂടെ അല്ലേ നിന്ന് സംസാരിക്കുന്നത്, പിന്നെ നീ വളരെ അതിപുരാതനമായിട്ടുള്ള സൂര്യൻ ഉപദേശിച്ചെന്ന് ഞാൻ എങ്ങനെയാണ് കൃഷ്ണ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ വളരെ നിഷ്കളങ്കമായിട്ടൊക്കെ തന്നെ നമ്മളെയൊക്കെ പോലെയാണ് അർജുനനും ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ അറിവ്, ഈ യോഗം ഞാൻ സൂര്യന് ഉപദേശിച്ചു എന്ന് കൃഷ്ണൻ പറഞ്ഞു. എന്നാൽ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പിന്നെ
പിന്നെ അർജുനൻ എന്ന് പറയുന്ന ദേവകിയുടെ പുത്രനാണ്, മുരളീധരനാണ്, ഗോപബാലനാണ്, സമകാലികനാണ്. അപ്പോൾ ഇതെല്ലാം ഭൂമിയും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പിന്നെ സൂര്യന് ഭഗവാൻ ഇത് ഉപദേശിച്ചു. ഞാൻ എങ്ങനെയാണ് കൃഷ്ണ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഈ ചാപ്റ്ററിലെ ബാക്കി എല്ലാ ശ്ലോകങ്ങളും ഭഗവാൻ പറയുന്നത്. അതിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാം. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഓം തത്സത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദഹരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.